രക്ഷയ്ക്കും നിത്യതയ്ക്കുമായുള്ള ദൈവത്തിൻ്റെ മാർഗത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷയ്ക്കുള്ള നിത്യതയ്ക്കുള്ള ദൈവത്തിൻ്റെ മാർഗം എന്താണ്? വിശ്വാസമാർഗമാണ്. അപ്പോൾ തന്നെ രക്ഷയ്ക്കും നിത്യതയ്ക്കുമായി മനുഷ്യനൊരു മാർഗമുണ്ട്. അതെന്താണ്? പ്രവൃത്തി മാർഗമാണ്. ഇനി എന്താണ് നമ്മുടെ വിശ്വാസമാർഗം? ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമ്മുടെ രക്ഷയ്ക്കും നിത്യതയ്ക്കുമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിലുള്ള വിശ്വാസമാണ്. ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ തൻ്റെ നീതി വെളിപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടു. എന്താ ദൈവനീതിയുടെ അർത്ഥം? പാപം ആദാമ്യ വംശത്തിൽപ്പെട്ട നമ്മുടെ മേൽ കണ്ടാലും സ്വന്തം പുത്രന്റെ മേൽ കണ്ടാലും ദൈവം തൻ്റെ നീതിക്കൊത്തവണ്ണം പാപത്തെ എന്തു ചെയ്യണം? ന്യായം വിധിക്കേണ്ടതാണ്. കാരണം അവൻ നീതിമാനായ ന്യായാധിപനാണ്. ആദാം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. ഓക്കെ, എല്ലാ ആദാമ്യ വംശക്കാരുടെ മേലും ദൈവത്തിൻ്റെ കോപമുണ്ടായി പാപത്താൽ. എന്നാൽ ഇപ്പോൾ ക്രൂശിൽ മാനവജാതിയുടെ പാപത്തെ തൻ്റെ പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ അതേ ദൈവക്രോധം എവിടെ ഇറങ്ങി വന്നു? പുത്രന്റെ മേലും ഇറങ്ങി വന്നു. പുത്രനെ പോലും ആദരിക്കാതെ ദൈവം എന്ത് ചെയ്തു? പാപത്തിൻ്റെ ന്യായവിധി പുത്രന്റെ മേൽ കൊടുത്ത് അവനെ എന്ത് ചെയ്തു? തകർത്തു കളഞ്ഞിട്ട് അവൻ നീതിമാനാണെന്നും താൻ നീതിയുള്ളവനാണെന്നുമുള്ള തൻ്റെ നീതി എന്ത് ചെയ്തു? ക്രൂശിൽ വെളിപ്പെടുത്തി. ഇനി ആര് ഈ യേശുക്രിസ്തുവിൽ ദൈവം നടത്തിയ ഈ ദൈവനീതിയിൽ ആർക്ക് വിശ്വാസമുണ്ടോ ആ വിശ്വസിക്കുന്നവന്റെ വിശ്വാസത്തെ എന്തായി കണക്കിടുകയാണ്? നീതിയായി കണക്കിടുകയാണ്. ദൈവം തൻ്റെ നീതി അവന് ദാനമായിട്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഈ നീതി പ്രാപിച്ചെങ്കിൽ മാത്രമേ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചു. ആ വിശ്വാസത്തെക്കുറിച്ച്, ആ വിശ്വാസത്തിലുള്ള നീതിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം നീതിയായിട്ട് അക്കൗണ്ട് ചെയ്തു. അതുപോലെ നമ്മുടെ വിശ്വാസത്തെയും ദൈവം എന്തായി കണക്കാക്കുന്നു? നീതിയായി കണക്കാക്കുന്നു. നമ്മുടെ വിശ്വാസം എന്താ? പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനായി ഏൽപ്പിച്ചുവെന്നും നമ്മുടെ നീതീകരണത്തിനായി എന്ത് ചെയ്തു? അവനെ ഉയർപ്പിച്ചുവെന്നും നാം വിശ്വസിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഉയർപ്പിച്ച പിതാവാം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ദൈവം എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? നീതിയായി അക്കൗണ്ട് ചെയ്യും. ആ വിശ്വാസത്താൽ നാം ദൈവനീതി പ്രാപിച്ചു. ആ നീതിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഓക്കെ, ആ നീതി പ്രാപിച്ചപ്പോൾ ആ നീതിയുടെ ഫലമായി നമുക്ക് എന്ത് വന്നു? ദൈവം മുമ്പാകെ നീതീകരണം വന്നു. ദൈവം നമ്മെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനായി എന്ത് ചെയ്തു? കണക്കാക്കി. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങളെ അവൻ ഇനി കണക്കിടുന്നില്ല. മുൻകാല പാപങ്ങളെ അവൻ ഇനി കണക്കിടുന്നില്ല എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ നീതിയുടെ മറ്റു ഫലങ്ങൾ നമുക്കിപ്പോൾ ദൈവവുമായിട്ട് എന്തുണ്ട്? സമാധാനമുണ്ട്, നിരപ്പുണ്ട്. ഓക്കെ, ആ നീതീകരണത്തിൻ്റെ ഫലമായി നമുക്ക് വിശുദ്ധീകരണമുണ്ട്, നിത്യജീവനുണ്ട്. അതിൻ്റെ അന്തം ദൈവത്തിൻ്റെ നിത്യമായ തേജസ്സാണ്. അങ്ങനെ അനേകമായ നീതിയുടെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല, ഒരിക്കൽ പാപം നമ്മുടെ അവയവങ്ങളിൽ ഒരു യജമാനനായി നമ്മുടെ അവയവങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നിമിത്തം പാപത്തിന് മരിച്ചവനായി തീർന്നുകൊണ്ട് ഇനി പാപത്തിന് നമ്മുടെ മേൽ എന്തില്ല? നിയമപരമായിരിക്കുന്ന യാതൊരു അധികാരവും ഇല്ല. എന്നാൽ ഒരിക്കൽ പാപം വാണെടുത്ത് ഇപ്പോൾ ആര് ഭരിക്കുകയാണ്? ദൈവത്തിൻ്റെ നീതി ഭരിക്കുന്നത് കൊണ്ട് പാപം ചെയ്ത അവയവങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് നീതി പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ നമുക്ക് പാപത്തിൻ്റെ മേലും എന്തുണ്ട്?
ജയമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 7, 8, 9 അധ്യായങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, 7-ാമത്തെ അധ്യായം നാം യേശുക്രിസ്തുവിൻ്റെ കൂടെ ന്യായപ്രമാണത്തിന് മരിച്ചു എന്ന കാര്യം പറയുന്നു. അത് പിന്നീട് ഞാൻ പഠിപ്പിച്ചുകൊള്ളാം. 8-ാം അധ്യായം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് താമസിക്കാൻ വന്നു. ഓക്കെ, ആ അകത്ത് താമസിക്കാൻ വന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 8-ാം അധ്യായം എന്ത് പറയുന്നു? ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു. ആ അകത്ത് വന്ന ആത്മാവ് നമ്മെ എപ്പോഴും വഴി നടത്തുകയാണ്. ആ ആത്മാവിനെ അനുസരിച്ച് നാം എന്ത് ചെയ്യണം? നടക്കണം, അഥവാ ജീവിക്കണം. ഓക്കെ, ആ 8-ാം അധ്യായത്തിൽ ആത്മാവിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിയിരിക്കുകയാണ്. 8-ാം അധ്യായത്തിന്റെ പകുതി ഭാഗം തുടങ്ങി ഏകദേശം 16-ാം വാക്യം തുടങ്ങി നീതിയുടെ അന്തമായിരിക്കുന്ന തേജസ്കരണത്തെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, എന്ത് പറയുന്നു? നീതിയുടെ അന്തമായിരിക്കുന്ന എന്താണ്? തേജസ്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് 8-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 9-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ഈ യേശുവിലൂടെയുള്ള നീതി എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അവർ യേശുവിനെ തിരസ്കരിച്ചു. ദൈവവും തൽക്കാലത്തേക്ക് ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അതാണ് 9-ാം അധ്യായത്തിന്റെ ചരിത്രം. മനസ്സിലാകുമോ? ഇസ്രായേൽ ജനം ക്രിസ്തുവിലൂടെയുള്ള ഈ നീതി എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അവർ മശിഹയെ തള്ളിക്കളഞ്ഞു. ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ ജനങ്ങളെയും തൽക്കാലത്തേക്ക് എന്ത് ചെയ്തു? തിരസ്കരിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം 30-ാമത്തെ വാക്യം തുടങ്ങി നാം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം വാക്യം 30. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നോക്കി, നീതിയെ പിന്തുടരാത്ത ജാതികൾ എന്തു പ്രാപിച്ചു? നീതി പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? വിശ്വാസത്താൽ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജാതികൾ ദൈവത്തിന്റെ നീതി പ്രാപിച്ചു. നമ്മളാരും നീതിയുടെ പ്രമാണം പിന്തുടരുന്ന വ്യക്തികൾ അല്ല. നമുക്കങ്ങനെ പിന്തുടരാൻ വേണ്ടി ഒരു പ്രമാണമൊന്നുമില്ല. അല്ലെങ്കിൽ ദൈവനീതിയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചുമൊന്നുള്ള ബോധ്യങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. ആ പ്രമാണം നമ്മൾ പിന്തുടർന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിലൂടെ ദൈവം തന്റെ നീതി വെളിപ്പെടുത്തി നമ്മെ നീതീകരിക്കുന്നു എന്നുള്ള സുവിശേഷം കേട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ നാം എന്ത് പ്രാപിച്ചു? ദൈവത്തിന്റെ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മുമ്പാകെ നീതിമാന്മാരായി തീർന്നു. ഓക്കെ, ഇനി വാക്യം 31. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കലെത്തിയില്ല. നോക്കി, ഇസ്രായേൽ മക്കൾക്ക് പിന്തുടരുവാൻ ഒരു നീതിയുടെ പ്രമാണമുണ്ടായിരുന്നു. അതെന്താണ്? ന്യായപ്രമാണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊത്ത്, ദൈവത്തിന്റെ ഡിമാൻഡിനൊത്തവണ്ണം കൊടുത്തൊരു പ്രമാണമാണ്. ആ നീതിയുടെ പ്രമാണമാണ്. ഈ നീതിയുടെ പ്രമാണം ഇവർ പിന്തുടർന്നിട്ടും അവർക്ക് ആ പ്രമാണത്തിൽ എത്തി ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ പറ്റിയില്ല. എല്ലാ ഇസ്രായേലിയ ജനവും എന്ത് ചെയ്തു? അവിടെ പരാജയപ്പെട്ടു പോയി. ഓക്കെ, 32-ാം വാക്യം. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടാ ഈ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ജനം ആ പ്രമാണത്തിങ്കിൽ എത്താഞ്ഞത്? അവരെന്തുകൊണ്ട് അത് പ്രാപിക്കാതെ പോയത്? പറയാണ്, അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അവർക്ക് എന്താ പറ്റിയത്? അവർ സ്വന്തം അധ്വാനത്താൽ, അവരുടെ കർമ്മമാർഗത്താൽ, അവരുടെ പ്രവർത്തികളാൽ നീതി സ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു?
അന്വേഷിച്ചു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? വീണുപോയി. അവർക്കാർക്കും സ്വന്തം പ്രവൃത്തികളാൽ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ദൈവനീതി പ്രാപിക്കാനായിട്ട് പറ്റിയില്ല. 3-ാം അധ്യായത്തിന്റെ വാക്യം 20 നമ്മൾ കണ്ടായിരുന്നല്ലോ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു വ്യക്തിയും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കാര്യം എന്താ? അവന്റെ ജഡത്തിന്റെ ബലഹീനതയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് നീതി പ്രാപിക്കാൻ പറ്റാതെ പോയത്? അവർ ശരിക്കും പ്രവർത്തിച്ചവരല്ലേ? ഒരു വാക്യം കണ്ടോ? 8-ാം അധ്യായത്തിൽ 3-ാം വാക്യം തുടങ്ങി, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ വാക്യം കണ്ടോ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ന്യായപ്രമാണത്തിനല്ല കുഴപ്പം, പിന്നെ നമ്മുടെ ജഡത്തിന്റെ കുഴപ്പമാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ ഡിമാൻഡുകൾ ന്യായമുള്ളത് തന്നെയാണ്. അത് അവന്റെ സ്റ്റാൻഡേർഡിലുള്ളതാണ് ന്യായപ്രമാണം. പക്ഷേ ഈ ജഡത്തിൽ ജീവിക്കുന്ന എനിക്ക് എൻ്റെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ദൈവത്തിന്റെ പ്രമാണങ്ങളൊന്നും അനുസരിക്കാൻ പറ്റിയില്ലെന്ന്. അപ്പൊ ബലഹീനത ആർക്കാ? ന്യായപ്രമാണത്തിനാണോ? അല്ല, പിന്നെ ആർക്കാണ്? ജഡമയനായ എൻ്റെ കുഴപ്പമാണ്. എൻ്റെ ജഡത്തിൽ എന്തുണ്ട്? ബലഹീനതയുണ്ട്. എൻ്റെ ജഡം എന്താണ്? പാപമയമാണ്. എന്നിൽ നന്മയൊന്നും എന്താണ്? വസിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഡിമാൻഡുകൾക്കൊത്തവണ്ണം അതനുസരിപ്പാനുള്ള ത്രാണി, പ്രാപ്തി എവിടില്ല? എൻ്റെ ജഡത്തിനില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? നിരന്തരം ദൈവത്തിന്റെ പ്രമാണം അങ്ങ് ലംഘിക്കുക. അതാ പറഞ്ഞത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ഇപ്പൊ ന്യായപ്രമാണം തന്നതിന് വേണ്ടിയാ? ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ വേണ്ടി, നമ്മെ നീതീകരിച്ച് നീതിമാനാക്കാൻ വേണ്ടിയാ. എങ്ങനെയാ? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ? ഞാൻ ബലഹീനനാണ്. എന്റെ ജഡം ബലഹീനമാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ, യേശുവിനെ, പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. യേശു നമുക്ക് സമമായ ഒരു ജഡത്തിൽ വന്നു. എന്നിട്ട് പാപത്തെ പുത്രന്റെ മേൽ ചുമത്തി, പുത്രനെ പാപമാക്കി, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആര് ജഡത്തിൽ? യേശുവിന്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ചു. എന്ത് വന്നു? നമുക്ക് നീതി വന്നു. എന്തിനു കഴിയാത്ത നീതി? ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിയാത്ത, തരാൻ കഴിയാത്ത നീതി ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് ചെയ്തു? തന്നു. ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? അവർ പ്രവർത്തികളാൽ, എന്ന് വെച്ചാൽ സ്വന്തം ജഡത്തിന്റെ ശക്തിയാൽ, അവരുടെ എഫേർട്ട്, അവരുടെ അധ്വാനത്താൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നീതി പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്ത് ചെയ്തു? അവരെല്ലാവരും പരാജയപ്പെട്ടു പോയി. ഇനി 10-ാമത്തെ അധ്യായം, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നു തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, യഹൂദന്മാർ എല്ലാവരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അദ്ദേഹത്തിൻ്റെ ഹൃദയവാഞ്ചയും പ്രാർത്ഥനയും എന്തുവാ? എല്ലാ യഹൂദന്മാരും ഈ രക്ഷ സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ചെറിയൊരു ദൂതുണ്ട്. ആരാ യഹൂദൻ? ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അബ്രഹാമിൻ്റെ സന്തതികളാ, വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിച്ചവരാ. അവർ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ പ്രാപിക്കണമെങ്കിൽ
ഇന്നത്തെ എല്ലാ ക്രൈസ്തവ സമൂഹവും ജന്മനാൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ രക്ഷ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. നമ്മൾ ജാതികളാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ലായിരുന്നു. സ്വന്തം ജനം ആര് മാത്രമേ ഉള്ളൂ? അബ്രഹാമിൻ്റെ സന്തതികൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എല്ലാ ക്രിസ്ത്യാനിയും ആരാ? യഹൂദൻ ഒഴിച്ച് ബാക്കിയെല്ലാം ആരാ? ജാതികളാ. അപ്പൊ ഈ യഹൂദന് സ്വന്തം ജനമായ യഹൂദൻ ഈ മാർഗമേ ഉള്ളെങ്കിൽ, അവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ എല്ലാ ക്രിസ്ത്യാനികളും പാരമ്പര്യക്കാരും എല്ലാവരും എന്ത് ചെയ്യണം? ഈ രക്ഷ പ്രാപിച്ചേ പറ്റൂ. വേറെ മാർഗമൊന്നുമില്ല. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ആർക്കും ഈ രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യഹൂദൻ എന്ത് ചെയ്തേനെ? നമ്മളെക്കാൾ മുമ്പേ രക്ഷ പ്രാപിച്ചന്. ഇത് വ്യക്തിപരമായുള്ള തീരുമാനമാണ്. നിങ്ങൾ ഏത് സമുദായത്തിലും ഏത് സമൂഹത്തിലുമാണെങ്കിലും ഇത് പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായ അറിവും തീരുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി 2-ാം വാക്യം, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. നോക്കിയേ, യഹൂദന്മാർക്ക് ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവ. എന്താ എരിവ്? ഭയങ്കര തീഷ്ണതയാണ്. നിങ്ങൾ പഴയ ഉടമ്പടി പുസ്തകം വായിക്കുമ്പോൾ അവരുടെ തീഷ്ണത അറിയാൻ പറ്റും. ദൈവത്തെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും ഭയങ്കര എരിവ. ദൈവത്തിനു വേണ്ടിയും ദൈവാലയത്തിനു വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറാണ്. അത്രമാത്രം തീഷ്ണത ആർക്കുണ്ട്? യഹൂദനുണ്ട്. പക്ഷേ ഇവരുടെ തീഷ്ണത എങ്ങനെ അല്ല? പരിജ്ഞാനപ്രകാരമല്ല. നോട്ട് അക്കോർഡിംഗ് ടു ദ നോളജ്. പരിജ്ഞാനം എവിടെ നിന്ന് വരും? ദൈവത്തിങ്കിൽ നിന്ന് വരും, അഥവാ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വരും. അനേകർക്കും ദൈവത്തെക്കുറിച്ച് ഭയങ്കര എരിവ. പക്ഷെ ഈ എരിവൊന്നും എങ്ങനല്ല? പരിജ്ഞാനപ്രകാരമല്ല. നിങ്ങൾ തിരിച്ചറിയണം, യഹൂദൻ, അവൻ്റെ ശാസ്ത്രിമാർ അവൻ്റെ ബൈബിൾ അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങൾ അവൻ പകർത്തി എഴുതുമ്പോൾ യഹോവ എന്ന ദൈവത്തിൻ്റെ നാമം വരുമ്പോൾ അവനത് പൂർണ്ണമായിട്ട് എഴുതത്തില്ല. അത്ര ഭയമാണ്. അവൻ അതിനകത്തുള്ള സ്വരാക്ഷരങ്ങൾ മാറ്റിയിട്ട് മാത്രമേ അവന് യഹോവ, യാഹ്വേ എന്ന് എഴുതുള്ളൂ. ഇനി ദൈവത്തിൻ്റെ ഏതെങ്കിലും നാമം എഴുതാൻ വരുമ്പോൾ അവൻ അത്ര നേരം എഴുതിക്കൊണ്ടിരുന്ന അവൻ്റെ എഴുത്തുപേന കൊണ്ടുപോയി കഴുകി പുതിയ മഷി തൊട്ടിട്ട് മാത്രമേ ആ ദൈവത്തിൻ്റെ ഏതെങ്കിലും നാമം അവൻ എഴുതത്തുള്ളൂ. അത്ര എരിവ, തീഷ്ണതയും ഭക്തിയുമാണ് അവന്. ജെറുസലേം ദേവാലയത്തെക്കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അവന് ഭയങ്കര എരിവും തീഷ്ണതയുമാണ്. അവൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു പങ്കും അവൻ ആലയത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ആലയം പണിയാൻ, ആലയത്തിലെ ശുശ്രൂഷയ്ക്കു വേണ്ടി ഒരു 35% അവൻ്റെ വരുമാനം എവിടെ കൊടുക്കുക? ആലയത്തിൽ കൊടുക്കുക. ഭയങ്കര തീഷ്ണതയാ. പക്ഷേ പൗലോസ് പറയുന്നു, ഈ യഹൂദന്റെ തീഷ്ണതയൊന്നും എങ്ങനല്ല? പരിജ്ഞാനപ്രകാരമല്ല. ഇന്നും ക്രിസ്തീയ സമൂഹത്തിൽ ദൈവത്തെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും പള്ളിക്കാര്യങ്ങളെക്കുറിച്ചും എരിവുള്ള വലിയൊരു സമൂഹമുണ്ട്. പക്ഷേ ഈ എരിവൊന്നും എങ്ങനല്ല? തിരുവചനപ്രകാരമല്ലാത്തത് കൊണ്ട് അവർക്ക് ദൈവം മുമ്പാകെ പിന്നീട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഓർത്തോണം, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ഭയങ്കര എരിവ് കാണാം. അതെങ്ങനെ ആയിരിക്കണം? പരിജ്ഞാനപ്രകാരം, തിരുവചനപ്രകാരമായിരിക്കണം എന്ന് മറന്നു പോകരുത്. യഹൂദന് ഭയങ്കര ദൈവത്തെക്കുറിച്ച് എരിവാണെങ്കിലും അതെങ്ങനല്ലായിരുന്നു? പരിജ്ഞാനപ്രകാരം അല്ല. ഇനി ഇവിടെ എന്താ പ്രത്യേകിച്ച് അവന്റെ കുഴപ്പം എന്ന് 3-ാം വാക്യം പറയുക. എന്താ അവന്റെ പരിജ്ഞാനപ്രകാരമല്ലാത്ത എരിവ്? 3-ാം വാക്യം, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. എന്താ അവരുടെ പരിജ്ഞാനമില്ലായ്മ? അവർ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അറിഞ്ഞില്ല. ഓക്കെ, ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവാ. ആമേൻ. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ നീതി. അഥവാ ക്രിസ്തുവിലാണ് ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തിയത്. ആ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് യഹൂദൻ തിരിച്ചറിഞ്ഞില്ല. അറിയാഞ്ഞത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചു. അവന് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അറിവ് ലഭിച്ചില്ല. അവൻ എന്ത് ചെയ്തു? സ്വന്തം നീതി. അതെങ്ങനെ വരും? ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ, അധ്വാനത്താൽ എന്ത് വരും? സ്വന്തം നീതി വരും. അപ്പോൾ അവൻ ദൈവനീതി അറിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തമായി നീതി ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ചു. ഇപ്പോൾ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തി കൊടുത്തു. എൻ്റെ നീതി പ്രവൃത്തിയിലൂടെയല്ല, എൻ്റെ പുത്രനിലുള്ള വിശ്വാസത്തിലൂടെയാണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിപ്പാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഇവിടെ പറയുന്നു, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 3 കാര്യം. 1, അവർ ദൈവത്തിൻ്റെ നീതി അറിഞ്ഞില്ല. 2, എന്താണ്? അതുകൊണ്ട് സ്വന്തം നീതി സ്ഥാപിപ്പാൻ അവർ അന്വേഷിച്ചു. 3, ഇപ്പോൾ ദൈവം പറഞ്ഞു, ഇതാണ് എൻ്റെ നീതി എന്ന്, യേശുവാണ് എൻ്റെ നീതി, വിശ്വാസത്താൽ നീതി പ്രാപിക്കാം എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവർക്ക് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാൻ മനസ്സ് വന്നില്ല. നിങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ കൃത്യമായ ഭാഷയിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രക്ഷയും ദൈവം വെളിപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചോണം. ഒരുമിച്ച് പറയുക, എൻ്റെ രക്ഷ, എൻ്റെ നീതി അത് സമീപമായിരിക്കുന്നു, അത് പുറപ്പെട്ടിരിക്കുന്നു, അത് വേഗത്തിൽ വരും. എൻ്റെ രക്ഷ, എൻ്റെ നീതി അത് ശാശ്വതമായിരിക്കും, തലമുറയായിരിക്കും. ഇങ്ങനെ അനേകമായ പ്രാവശ്യം യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ ശബത്ത് നാളുകളിലും അവർ ഈ പുസ്തകം പ്രത്യേകിച്ച് വായിക്കുന്നവരാ, യെശയ്യാവിൻ്റെ പ്രവചനം. പക്ഷേ ഇത് വായിച്ചിട്ടൊന്നും ഈ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചൊന്നും അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ ക്രിസ്ത്യാനി പോലെ അവരും റോമാലേഖനം എത്ര വട്ടം വായിച്ചിട്ടും ഇന്നത്തെ അച്ചായന്മാർക്ക് ദൈവനീതിയെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? നമ്മളും യഹൂദന്മാരെ പോലെ സ്വന്തം പ്രവൃത്തിയാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മമാർഗത്താൽ, നമ്മുടെ പള്ളികളിൽ നടക്കുന്ന കൂദാശകളാൽ നമ്മൾ നീതി പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈവൻ വേർപെട്ടെന്ന് പറയുന്ന വിശ്വാസ കൂട്ടങ്ങൾ പോലും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി അവിടെ ഇല്ലെങ്കിലും അവരുടെ ഉപവാസവും ദശാംശം കൊടുക്കുന്നതും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടി അറിയാമോ? വല്ല വിധേയനും നീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. കാര്യം എന്താ? മനുഷ്യൻ്റെ ജന്മസ്വഭാവമാണ് പ്രവൃത്തികളാൽ, സ്വന്തം അധ്വാനത്താൽ നീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് വിശ്വാസത്താലാണെന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ടാകും. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടെടുത്തോളം ഞാൻ ബാക്കി ഏത് വിഷയം പഠിപ്പിച്ചപ്പോഴും പാരമ്പര്യക്കാർക്ക് പ്രശ്നമുണ്ടായിട്ടില്ല. പക്ഷേ വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതി പ്രാപിക്കാമെന്ന് റോമാലേഖനം വായിച്ചു കേൾപ്പിക്കുമ്പോൾ അവർക്ക് എന്നോട് പ്രയാസം തോന്നും. ഈ പുള്ളിക്കാരൻ്റെ ഉപദേശം എന്തല്ല, ശരിയല്ലെന്ന് പറയും. ഞാനൊന്നും പറഞ്ഞില്ല, പുസ്തകം ഒന്ന് വായിച്ചു കേൾപ്പിച്ചതേ ഉള്ളൂ. എന്താ കാരണം? യഹൂദന്മാരെ പോലെ പരിജ്ഞാനമില്ലായ്മ അധികമാണ് ദൈവസഭയിൽ. അപ്പം 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, അവർ ദൈവത്തിൻ്റെ നീതി അറിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം നീതി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവർക്കതിന് കീഴ്പ്പെടാൻ മനസ്സ് വന്നില്ല.
എന്നിട്ട് 4-ാം വാക്യം പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഓക്കെ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. എന്താ ന്യായപ്രമാണം? ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാ. ക്രിസ്തുവിന് ശേഷം എന്തില്ല? ന്യായപ്രമാണം ഇല്ല. ഈ ന്യായപ്രമാണം എന്നതിന് രണ്ടർത്ഥമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം മനസ്സിലാകത്തില്ല. രണ്ടർത്ഥം. ഒന്ന്, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം മോശ മുഖാന്തരം നൽകിയ 10 കൽപ്പനകളും അതിനോട് കൂടെ ക്രമേണ കൂട്ടിച്ചേർത്തതായ ഏകദേശം 613 കൽപ്പന ഉൾപ്പെട്ടതാണ് എന്ത്? ദൈവത്തിന്റെ ന്യായപ്രമാണം. ഇതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം. ഓക്കെ. രണ്ടാമത്, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഈ ന്യായപ്രമാണത്തിലെ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ അവൻ ലംഘനക്കാരനായി തീർന്നു, അവൻ പാപിയായി തീർന്നു. ഇനി അവന് ദൈവത്തിന്റെ മുമ്പാകെ വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ന്യായപ്രമാണം തന്നെ ഇപ്പോഴുണ്ടായ ലംഘനത്തെ പരിഹരിക്കാൻ ഒരു പ്രവൃത്തി മാർഗം വെച്ചിട്ടുണ്ട്, ഒരാചാരം വെച്ചിട്ടുണ്ട്, അനുഷ്ഠാനം വെച്ചിട്ടുണ്ട്, ഒരു യാഗവും വഴിപാടും ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ കാര്യപരിപാടി വെച്ചിട്ടുണ്ട്. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥം തിരിച്ചറിഞ്ഞിരിക്കണം. ഒന്ന്, അതെന്താണ്? ദൈവം നൽകിയ വിശിഷ്ടമായ കൽപ്പനകളാണ്. അതിൽ ഒത്തിരി തരത്തിലുള്ള കൽപ്പനകളുണ്ട്. 2, ഇതിൽ ഒരു കൽപ്പന ലംഘിക്കുമ്പോൾ ഇവൻ ലംഘനക്കാരനായി തീർന്നു, പാപിയായി തീർന്നു. ഇനി ഇവന് ദൈവത്തിന്റെ മുമ്പാകെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ന്യായപ്രമാണം തന്നെ അവന്റെ പാപത്തെ പരിഹരിച്ച് അവന്റെ കുറ്റത്തെ മാറ്റുവാൻ ചില ക്രമങ്ങൾ വെച്ചിട്ടുണ്ട്, പ്രവർത്തികൾ വെച്ചിട്ടുണ്ട്. ഇതിന് രണ്ടിനും എന്ത് പറയും? ന്യായപ്രമാണം എന്ന് പറയും, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്ന് പറയും. വ്യക്തമാണോ? ന്യായപ്രമാണവും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും. എന്നാൽ ചില ഭാഗത്ത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്ന് പറയത്തില്ല, ന്യായപ്രമാണമെന്നേ പറയത്തുള്ളൂ. നിങ്ങൾ രണ്ടും മനസ്സിലാക്കിക്കോണം. ഓക്കെ. അപ്പൊ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. എന്താ അർത്ഥം? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി സകല പ്രവൃത്തി മാർഗങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം അവസാനം വരുത്തി. ഇനി ഒരു മനുഷ്യനും പാപങ്ങൾ മോചിക്കപ്പെടാനും ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടാനും രക്ഷിക്കപ്പെടാനും നീതീകരിക്കപ്പെടാനും നിത്യത പ്രാപിപ്പാനുമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ഒരു പ്രവൃത്തിയും അരുത്. കാരണം എന്താ? ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ആമേൻ. ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തികളും ക്രൂശിൽ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഒരു പ്രവൃത്തി ഇനി പാടില്ല. ഇത് നിങ്ങൾക്ക് അധികം പഠിക്കണമെങ്കിൽ നിങ്ങൾ എബ്രായ ലേഖനം വായിച്ചോണം, ഗലാത്യ ലേഖനം വായിച്ചോണം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ 2 ലേഖനത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും രണ്ടും വായിച്ചോണം. ഗലാത്യ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. 5-ാം അധ്യായം 4-ാം വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടു പോയി. നോക്കിയേ, ന്യായപ്രമാണത്താൽ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാണെന്നർത്ഥം. യാഗവും വഴിപാടും പരിച്ഛേദന എന്തുമാകട്ടെ. അങ്ങനെ നീതീകരിക്കപ്പെടുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് എന്ത് ചെയ്തു? വേർപെട്ടു. നിങ്ങൾക്കിനി ക്രിസ്തുവുമായിട്ട് എന്തില്ല? സംബന്ധമൊന്നുമില്ല. നിങ്ങൾ നിൽക്കുന്ന ഏത് കൂട്ടമാണെങ്കിലും ഓർത്തോണം, ഏതെങ്കിലും പ്രവൃത്തി മാർഗം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ക്രിസ്തുവുമായി നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. നിങ്ങൾ യേശുവിന്റെ നാമം അവിടെ ഉപയോഗിക്കുന്നുണ്ടാകാം,
പക്ഷെ യേശു അവിടെ ഇല്ല. യേശുവിന് നിങ്ങളോടും ബന്ധമില്ല, നിങ്ങൾക്ക് യേശുവിനോടും ബന്ധമില്ല. ന്യായപ്രമാണത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അടുത്തത്, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. നിങ്ങളിന് കൃപയിലല്ല. നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, എന്താണ് പ്രവൃത്തി അർത്ഥം? വിശ്വാസത്തിന്റെ പ്രവൃത്തിയല്ല, പിന്നെന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാ. പലർക്കും അവിടെ സംശയമുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഓക്കെ, രണ്ട് വ്യത്യാസമാണ്. ലോകം നമ്മെ പഠിപ്പിക്കുന്നത്, ലോകമതം നമ്മെ പഠിപ്പിക്കുന്നത്, പാരമ്പര്യ ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ച് നീതി പ്രാപിക്കണമെന്ന. എന്നാൽ ദൈവത്തിന്റെ മാർഗം പഠിപ്പിക്കുന്നത് ദൈവമെല്ലാം പ്രവർത്തിച്ചു നീതി വെളിപ്പെടുത്തി ആര് വിശ്വസിക്കുന്നുവോ അവൻ എന്ത് പ്രാപിക്കാം? നീതി പ്രാപിക്കാം. അങ്ങനെ വിശ്വാസത്താൽ നീതി പ്രാപിച്ചവൻ ഇനി ചെയ്യുന്നതെല്ലാം എന്തായിരിക്കണം? നീതിയായിരിക്കണം. നീതി പ്രാപിക്കാൻ വേണ്ടി അല്ല നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്നത്. വിശ്വാസത്താൽ നീതി പ്രാപിച്ചതുകൊണ്ട് ഇനി നമ്മുടെ പ്രവൃത്തി എല്ലാം എന്തായിരിക്കണം? നീതി പ്രവൃത്തി ആയിരിക്കണം, സൽപ്രവൃത്തി ആയിരിക്കണം. കണ്ടോ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോകം പഠിപ്പിക്കും, മതങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ പ്രവർത്തിച്ച് നീതി പ്രാപിക്കണമെന്ന്. ഓക്കെ, എന്നാൽ പുസ്തകം പഠിപ്പിക്കുന്നു നിങ്ങൾ വിശ്വാസത്താൽ നീതി പ്രാപിച്ച് നീതിമാന്മാരായതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യുന്നതെല്ലാം എന്തായിരിക്കണം? സൽപ്രവൃത്തി ആയിരിക്കണം. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയല്ല. വ്യക്തമാണോ ഞാൻ പറഞ്ഞത്? എല്ലാ ഭാഗങ്ങളും എടുത്ത് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തൊട്ട് പോവുകയാണ്. യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, പിന്നെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാലുള്ള നീതീകരണമാ. അതെന്തിനു വേണ്ടിയാ? ഈ വിശ്വാസത്തിന്റെ നമ്മുടെ ഓരോ പ്രവൃത്തിയും നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കൾ നീതി പ്രവൃത്തി തന്നെ ചെയ്യണം. നാം വിശ്വാസത്താൽ നീതി പ്രാപിച്ചിരിക്കാൻ ഇനി നമ്മുടെ ഓരോ പ്രവൃത്തിയും എന്തായിരിക്കണം? നീതിയുള്ളതായിരിക്കണം, സൽപ്രവൃത്തി ആയിരിക്കണം. ഈ സൽപ്രവൃത്തി, ഈ നീതി പ്രവൃത്തി നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണ്. നീതി പ്രാപിക്കാൻ വേണ്ടിയല്ല, നിത്യതയിൽ നമ്മുടെ പ്രതിഫലമാണ്. ഞാൻ നീതിമാനായതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്ന എല്ലാം എന്തായിരിക്കണം? നീതി പ്രവർത്തികളായിരിക്കണം, സൽപ്രവർത്തികളായിരിക്കണം. ഇത് വ്യക്തമാകുന്നുണ്ടോ? യെസ്. ആരെങ്കിലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ നീതീകരിക്കപ്പെടാൻ വേണ്ടി, പാപം മോചിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായി ഒരു സംബന്ധവുമില്ലെന്ന്, നിങ്ങൾ ഇനി ഒരു തീർത്ഥാടനം ചെയ്താൽ, നിങ്ങൾ ഇനി കുരിശ് ചുമന്നാൽ, കുരിശല്ല ചുമക്കുന്ന ആൾക്ക് ഇപ്പോൾ കല്ലും കൂടെ ചുമക്കുന്നത്, കുരിശുമല കയറുമ്പോൾ എന്തോ ഒരു ദയനീയമാണ്, എന്തോ ഒരു സങ്കടമാണ് കാണുമ്പോൾ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നീതിയില്ല, നീതി ഉണ്ടാക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ പ്രവൃത്തികളാൽ. അതിനാ പുത്രൻ വന്നത്. അവനിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എന്ത് പ്രാപിച്ചിരിക്കുക? നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരായിരിക്കുകയാണ്. ഇനി നിങ്ങൾ പാപം മോചിക്കാനോ നീതീകരിക്കപ്പെടുവാനോ ഒരു പ്രവൃത്തിയെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നും വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യർ 3 പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ കീഴാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും എവിടെയാണ്? ശാപത്തിൻ കീഴാ. എന്തോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി? എന്തിനാ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി? പാപം മോചിക്കപ്പെടാനും
നീതീകരിക്കപ്പെടാനും നീതിമാനാകാനും രക്ഷ പ്രാപിക്കാനും വിശുദ്ധി പ്രാപിക്കാനും നിത്യതയിൽ എത്തിച്ചേരുവാനുമായി ഉള്ളതാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. ഏതെങ്കിലും പ്രവൃത്തി നാം ചെയ്യുന്നെങ്കിൽ എവിടെയാണ്? ശാപത്തിന്റെ കീഴിലാണ്. ഈ പാരമ്പര്യ കൂട്ടങ്ങളിൽ കിടക്കുന്ന ജനത്തിന്റെ ശാപം ഭയങ്കരമാണ്. എല്ലാ കുടുംബത്തിലുമുണ്ട് നിത്യമായ രോഗികൾ, അല്ലേ? എല്ലാ കുടുംബത്തിലുമുണ്ട് തകർച്ചകൾ. എന്താണ്? ഇവർ കർത്താവിനെ ത്യജിച്ചിട്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന അനുസരിച്ച് അവരുടെ കുടുംബങ്ങളിൽ എന്ത് തുടരുക? ശാപം തുടരുക. നിങ്ങൾ തിരിച്ചറിയണം, ഒരൊറ്റ വ്യക്തിക്കും യേശു കർത്താവിന്റെ മരണത്തിന് ശേഷം ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലെ പിതാവിനെ അപമാനിക്കുന്നവരായി തീരുകയാണ്, അവനെ പരിഹസിക്കുകയാണ്. അവൻ ചെയ്ത് തികച്ച ക്രൂശിലെ ആ രക്ഷണ്യ കാര്യപരിപാടിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ സ്വന്തമായി പ്രവർത്തിക്കുന്നത്. ആരെ പോലെ? യഹൂദനെ പോലെ. ദൈവത്തിന്റെ നീതി എന്താണെന്ന് യഹൂദനോട് പറഞ്ഞു ദൈവം, പറഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യാണ്? അതിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ച് അവൻ ശാപത്തിന്റെ കീഴിലായി പോയി. റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മടങ്ങി വരാം. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചത്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാ. ഇനി ക്രിസ്തുവിൽ അവന്റെ മരണത്തിന് ശേഷം ഒരു പ്രവൃത്തി മാർഗത്തിന്റെയും ആവശ്യം ഇല്ലെന്ന് വചനം വ്യക്തമാക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവൻ എന്ത് ലഭിച്ചു? ദൈവത്തിന്റെ നീതി ലഭിച്ചു എന്ന് വ്യക്തമാക്കുക. 5-ാം വാക്യം തുടങ്ങി, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കി, അപ്പോൾ ന്യായപ്രമാണത്താൽ നീതി വരുമോ? യെസ്. എങ്ങനെയാണെങ്കിൽ അത് എല്ലാം ചെയ്ത് തികച്ചാൽ. പക്ഷെ തികയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? നമ്മുടെ ജഡത്തിന്റെ ബലഹീനത. ദൈവത്തിന്റെ ഡിമാൻഡിനൊത്തവണ്ണം ജീവിപ്പാൻ, കൽപ്പന അനുസരിപ്പാൻ നമുക്ക് ജഡത്തിൽ എന്തില്ല? പ്രാപ്തിയില്ലാത്തത് കൊണ്ട് നാം എല്ലാവരും പരാജയപ്പെട്ടു. എന്നാൽ ചെയ്ത് തികച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ന്യായപ്രമാണത്താൽ ജീവിക്കാം, നിത്യജീവൻ പ്രാപിക്കാം. അപ്പോൾ ന്യായപ്രമാണത്തെ ആര് പ്രവർത്തിച്ചു തികയ്ക്കുന്നുവോ അവർക്ക് എന്ത് പ്രാപിക്കാം? നീതി പ്രാപിച്ച് നിത്യജീവൻ സ്വീകരിക്കാനായിട്ട് പറ്റും. ഇനി 6-ാം വാക്യത്തിൽ വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു. ഇനി ആരാ സംസാരിക്കുന്നത്? വിശ്വാസത്താലുള്ള നീതി ഇങ്ങനെ പറയുന്നു. ഓക്കെ, താഴോട്ട് പറയുന്ന കാര്യങ്ങൾ ആരാ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്താലുള്ള നീതി. ന്യായപ്രമാണത്താലുള്ള നീതി എന്തു പറഞ്ഞു? ന്യായപ്രമാണം മൊത്തം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രാപിക്കാം? നീതി പ്രാപിക്കാം. എന്നാൽ വിശ്വാസത്താലുള്ള നീതി ഇങ്ങനെ പറയുന്നു. ഇതെന്താണ്? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇതാരാ പറഞ്ഞത്? വിശ്വാസത്താലുള്ള നീതി പറയുകയാണ്. അയ്യോ, ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കണം, അതിനുവേണ്ടി ആർ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി കയറുമെന്നോ, അല്ല ക്രിസ്തു മരിച്ചു, അവനിപ്പോൾ പാതാളത്തിലാണ്, എന്നെ ഒന്ന് നീതീകരിക്കാൻ, ക്രിസ്തുവിനെ പാതാളത്തിൽ നിന്ന് കയറ്റാൻ ആർ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇതാര് പറയുക? വിശ്വാസത്താലുള്ള നീതിയുടെ സ്റ്റേറ്റ്മെന്റാ. നിങ്ങൾ ഈ വലിയ വലിയ കാര്യമൊന്നും പറയണ്ട. നീതി പ്രാപിക്കാൻ വേണ്ടി ഇത്രയും വൻകാര്യമൊന്നും ചിന്തിക്കുകയും പറയുകയൊന്നും വേണ്ട. എന്നാൽ അതെന്ത് പറയുന്നു? 8-ാം വാക്യം. ആരാ? വിശ്വാസത്താലുള്ള നീതി എന്താണ് പറയുന്നത്? ഇതിനർത്ഥം എന്താണ്? 8-ാം വാക്യം പറയുന്നു, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും
നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. നീതി പ്രാപിക്കാനുള്ള മാർഗം പറഞ്ഞു വരിക. ഏതാ? വിശ്വാസത്താലുള്ള നീതി എങ്ങനെ പ്രാപിക്കാമെന്ന് പറഞ്ഞു വരിക. എങ്ങനെ പ്രാപിക്കാം? വചനം നിനക്ക് സമീപമായി. എവിടൊക്കെ ഉണ്ട്? നിന്റെ വായിലുമുണ്ട്, പിന്നെ ഹൃദയത്തിലുമുണ്ട്. വചനം എവിടൊക്കെ ഉണ്ട്? ഏറ്റവും സമീപമായി എവിടെ ഉണ്ട്? നമ്മുടെ അധരങ്ങളിലുമുണ്ട്, നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. ഇനി ഈ വചനമേതാ? അവിടെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പൊ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം എന്തുവാ? ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം വളരെ സമീപമായി നിന്റെ അധരത്തിലുമുണ്ട്, നിന്റെ ഹൃദയത്തിലുമുണ്ട്. ഇനി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം എന്തുവാ? ദൈവം, പിതാവാം ദൈവം ക്രിസ്തുവിനെ, യേശുക്രിസ്തുവിനെ സകല മാനവജാതിക്കും പകരമായി ഈ ഭൂമിയിലേക്ക് അയച്ചു. സകല മാനവജാതിയുടെയും പാപത്തെ പിതാവാം ദൈവം പുത്രന്റെ മേൽ ചുമത്തി. പുത്രൻ നമ്മുടെ പാപത്തെ അവന്റെ ശരീരത്തിന്മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ദൈവം പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. പാപത്തിന് യേശു ഇടത്തിൽ ന്യായം വിധിച്ച് അവനെ തകർത്തു കളഞ്ഞു. അങ്ങനെ ദൈവം തന്റെ നീതി എവിടെ വെളിപ്പെടുത്തി? ക്രിസ്തുവിൽ വെളിപ്പെടുത്തി. ഇത് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവത്തിന്റെ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാനായി തീരാം. ദൈവം അവനെ എന്ത് ചെയ്യുന്നു? സ്വർഗവുമായി നിരപ്പിക്കുന്നു, സമാധാനത്തിലാക്കുന്നു, അവനെ വിശുദ്ധീകരിക്കുന്നു, അവന് നിത്യ തേജസ് കൊടുത്ത് വീണ്ടും നിത്യതയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ യേശുവിന്റെ ക്രൂശിൽ യേശുവിനോട് എന്തൊക്കെ ചെയ്തുവോ അത് നിങ്ങളോട് ചെയ്തിരിക്കുന്നു. അതാ സുവിശേഷം. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം. ദൈവം യേശുവിൽ എന്തൊക്കെ ചെയ്തു അത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അവൻ ക്രൂശിൽ കഷ്ടമനുഭവിച്ചു, എനിക്ക് വേണ്ടിയാണ്. അവൻ ക്രൂശിൽ മരിച്ചു, എനിക്ക് പകരമാണ്. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവഹൃദയത്തിൽ എൻ്റെ മരണവും സംഭവിച്ചു കഴിഞ്ഞു. യേശു കർത്താവ് അടക്കപ്പെട്ടു, അത് എനിക്ക് പകരമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ എൻ്റെ മരണം മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ എൻ്റെ അടക്കവും എന്ത് ചെയ്തു കഴിഞ്ഞു. മൂന്നാം ദിവസം പിതാവാം ദൈവം പുത്രനെ എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരമായി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവഹൃദയത്തിൽ ഞാനും എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പുത്രനോട് ചെയ്തതെല്ലാം എന്നോടും ചെയ്തതായി, എനിക്കും സംഭവിച്ചതായി ദൈവം കണക്കാക്കുകയാണ്. എൻ്റെ പാപം മാറി, പാപത്തിൻ്റെ ശിക്ഷ മാറി, എൻ്റെ മരണം മാറി, എൻ്റെ അടക്കം കഴിഞ്ഞു, എൻ്റെ ഉയർപ്പും കഴിഞ്ഞു. മാത്രമല്ല, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രന്റെ കൂടെ എന്നെയും ദൈവം ഇരുത്തിയിരിക്കുക. അർത്ഥം മനസ്സിലാകുമോ? യേശുവിനോട് എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം ആരോടും ചെയ്തു കഴിഞ്ഞു? സകല മാനവജാതിയോടും ദൈവം ചെയ്തു കഴിഞ്ഞു. അതാ സുവിശേഷം. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം. ഈ വിശ്വാസ വചനം എവിടെയുണ്ട്? ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേട്ടു. അതെവിടെ വന്നു? നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഏറ്റവും സമീപമായി എവിടെയുണ്ട്? നിങ്ങളുടെ വായിലുമുണ്ട്. എന്ത് പ്രാപിക്കാൻ വേണ്ടിയാ? നീതി പ്രാപിക്കാൻ വേണ്ടിയാ. ഓക്കെ, അടുത്ത വാക്യം വായിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നോക്കിയേ, എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ അധരത്തിലുള്ള, വായിലുള്ള വചനം എന്താണ്? യേശു കർത്താവ്. ജീസസ് ഈസ് ദ ലോർഡ്.
അതാണ് ഒരുവന്റെ അധരത്തിലുള്ള വചനം. വചനം നിനക്ക് ഏറ്റവും സമീപമായി എവിടെയുണ്ട്? അധരത്തിലുണ്ട്, വായിലുണ്ട്. അപ്പൊ ഞാൻ വാഗൊണ്ട് പ്രഖ്യാപിക്കേണ്ട വചനം എന്തുവാ? യേശു കർത്താവാണ്. എന്റെ പാപത്തെ വഹിച്ചു, ഓക്കെ, പാപമാക്കപ്പെട്ടു. അവൻ എനിക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇപ്പോൾ സകല വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മീതെ അവനാണ് കർത്താവ്. യേശുവ കർത്താവ്. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും എല്ലാ വിളിക്കപ്പെട്ട നാമത്തിനും മീതെ അവനാണ് ആര്? കർത്താവ്. ആ വചനം എവിടെയുണ്ട്? നമ്മുടെ വായിലുണ്ട്. 2, എന്താ? ഹൃദയത്തിലുള്ള വചനം. ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കണം. ഹൃദയത്തിലുള്ള വചനം എന്താണ്? നാം എന്താണ് വിശ്വസിക്കുന്നത്? ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന വചനം ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അത്ര മാത്രമേ ഉള്ളൂ? അല്ലല്ല. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കും മുമ്പ് ചില കാര്യങ്ങളും കൂടെ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1, അവൻ എനിക്ക് പകരമായി ഭൂമിയിൽ വന്നു. എൻ്റെ പാപത്തെ ദൈവം പുത്രന്റെ മേൽ ചുമത്തി. പുത്രൻ തൻ്റെ ശരീരത്തിൽ എൻ്റെ പാപത്തെയും ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പിതാവാം ദൈവം പുത്രനെ എനിക്ക് വേണ്ടി പാപമാക്കി. എൻ്റെ പാപത്തിൻ്റെ ന്യായവിധി പുത്രന്റെ മേൽ കൊടുത്ത് അവനെ തകർത്തു കളഞ്ഞു. അവൻ മരിച്ചു എനിക്ക് പകരം. അവൻ അടക്കപ്പെട്ടു എനിക്ക് പകരം. മൂന്നാം നാൾ പിതാവാം ദൈവം പുത്രനെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വാഗൊണ്ട് എന്തേറ്റ് പറയണം? ഈ യേശുവാണ് കർത്താവ്. ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്താ രക്ഷയുടെ അർത്ഥം? ശിക്ഷയിൽ നിന്നും മോചനമാണ്. എന്താ ശിക്ഷ? നിത്യമരണമാണ്. ശിക്ഷ എന്തുകൊണ്ടാണ് വന്നത്? പാപം നിമിത്തമാണ്. പാപം നിമിത്തം എനിക്കുണ്ടായ നിത്യമരണമെന്ന ശിക്ഷയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇനി എനിക്കെന്തില്ല? ശിക്ഷയില്ല, അഥവാ നിത്യ മരണമില്ല, അഥവാ നിത്യനരകമില്ല. വിശ്വാസത്താൽ ഹൃദയത്തിൽ വിശ്വസിച്ചു, വാഗൊണ്ട് എന്ത് ചെയ്തു? യേശുവിനെ കർത്താവ് നേറ്റു പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തീർന്നില്ല. അടുത്ത വചനം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നോക്കിയേ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു. ആമേൻ. ഹൃദയത്തിൽ എന്താണ് വിശ്വസിക്കുന്നത്? നോ. ഹൃദയത്തിൽ നാം എന്താണ് വിശ്വസിക്കുന്നത്? ദൈവം യേശുവിനെ എന്നെ നീതീകരിക്കുവാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ എന്തു പ്രാപിക്കുന്നു? ക്രൂശിൽ ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ ദൈവ നീതി പ്രാപിക്കുന്നു. യേശു എന്റെ കർത്താവെന്ന്, യേശു കർത്താവെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ ഞാൻ എന്ത് പ്രാപിക്കുന്നു? രക്ഷ പ്രാപിക്കുന്നു. നിങ്ങൾ കണ്ടോ 2 കാര്യങ്ങൾ? നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് എന്തിനു വേണ്ടിയാ? രക്ഷ പ്രാപിക്കാനാ. ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ത് പ്രാപിക്കാൻ വേണ്ടിയാ? ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ വേണ്ടിയാ. ഇതാ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16ഉം 17ഉം വാക്യം പറഞ്ഞത്. സുവിശേഷത്തിൽ ദൈവം തൻ്റെ രക്ഷയും വെളിപ്പെടുത്തി, സുവിശേഷത്തിൽ ദൈവം തൻ്റെ നീതിയും വെളിപ്പെടുത്തി.
1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം തുടങ്ങി വായിച്ച് 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെ ഈ രക്ഷയും നീതിയും നമുക്ക് പ്രാപിക്കാമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. എത്ര പേർക്ക് ഇത് മനസ്സിലായി? നമ്മുടെ രക്ഷയ്ക്കും നീതിക്കും ആവശ്യമായതെല്ലാം ദൈവം തൻ്റെ പുത്രനിൽ ചെയ്തു. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം യേശുക്രിസ്തുവിനെ എനിക്ക് പകരമായി എൻ്റെ സ്ഥാനത്ത് ഭൂമിയിൽ അയച്ച് എൻ്റെ പാപത്തെ അവൻ്റെ മേൽ ചുമത്തി അവനെ പാപമാക്കി എൻ്റെ ന്യായവിധി പുത്രന്റെ മേൽ കൊടുത്ത് അവനെ തകർത്ത് കളഞ്ഞ് അവൻ മരിച്ച് അവനടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് അതെനിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നീതി ദാനമായി പ്രാപിച്ചു. ദൈവത്തിൻ്റെ രക്ഷ നിങ്ങൾ ദാനമായി പ്രാപിച്ചു. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് എന്തില്ല? ഇനി ഒരു ശിക്ഷാവധിയില്ല. ആ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചതുകൊണ്ട് ദൈവം നിങ്ങളെ നീതീകരിച്ചു. പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കി നിങ്ങളുടെ പാപം മോചിച്ചു തന്നു. ദൈവവുമായി നിങ്ങളെ നിരപ്പിച്ചു. ദൈവവുമായി നിങ്ങളെ സമാധാനത്തിലാക്കി. നിങ്ങളുടെ പാപി എന്ന പഴയ പേരിനെ മാറ്റി സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി നിങ്ങളെ ആരാക്കി തീർത്തു? തൻ്റെ നീതിമാനാക്കി തീർത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു, 33-ാം വാക്യത്തിൽ, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? നീതീകരിക്കുന്നവൻ ദൈവം. ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ നീതീകരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നത് ആരാണ്? യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അപ്പൊ യേശുക്രിസ്തു മരിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനി നിങ്ങളെ ശിക്ഷ വിധിക്കുവാൻ ആരുമില്ല. കാര്യം എന്താ? നിങ്ങളെ ശിക്ഷ ആര് വഹിച്ചിട്ടുണ്ട്? യേശു വഹിച്ചിട്ടുണ്ട്. അവൻ ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് നമുക്കിനി എന്തില്ല? ശിക്ഷയില്ല. നമുക്ക് രക്ഷ വന്നു കഴിഞ്ഞു. ഇതാര് വിശ്വസിക്കുന്നുവോ അവർ യേശുക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നീതി പ്രാപിക്കുന്നു. അവനെ ദൈവം ചെയ്യുന്നു, നീതീകരിക്കുന്നു. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനെ കണക്കാക്കുന്നു. അവന്റെ പാപി എന്ന പേരിനെ മാറ്റി അവനെ എൻ്റെ നീതിമാനെന്ന് സ്വർഗത്തിലെ പിതാവാം ദൈവം പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ഇനി പാപിയല്ല. ആമേൻ. ആമേൻ പോരാ. നിങ്ങൾ ഇനി പാപികളല്ല. നിങ്ങൾ ഇനി ദോഷികളല്ല. കൃമിയും മണ്ണും പുഴുവും പൊടിയും മണ്ണാങ്കട്ടയൊന്നുമല്ല. നിങ്ങൾ ദൈവത്തിന്റെ നീതിമാനാണ്. എനിക്കറിയാം പലർക്കും അല്പം പ്രയാസം തോന്നുമെന്ന്. പാരമ്പര്യമായുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് പാപിയും ഏഴയും പൊടിയും കൃമിയും മണ്ണും അടിയാട്ടിയും അടിയൊക്കെ. പുസ്തകം അങ്ങനെ പറഞ്ഞിട്ടില്ല. പിതാവാം ദൈവം നിങ്ങളെ യേശുക്രിസ്തുവിനെ നൽകി നീതീകരിച്ച് നിങ്ങളെ നീതിമാനാക്കിയിരിക്കുകയാണ്. നിങ്ങളിനി പാപികളല്ലെന്നറിഞ്ഞിരിക്കണം. പുഴുവും കൃമിയും ഒന്നുമല്ല. അത് സന്യാസ മതത്തിൻ്റെ പ്രയോഗങ്ങളാണ്, മതത്തിൻ്റെ ശബ്ദങ്ങളാണ്. അത് ഫോൾസ് ഹ്യൂമിലിറ്റിയാണ്, കള്ളത്താഴ്മയാണ്. മനുഷ്യനൊരു കള്ളത്താഴ്മയുണ്ടല്ലോ. അവൻ പുഴുവല്ലാതിരിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഞാൻ ആരാണ്? പുഴുവാണേ, ഞാൻ കൃമിയാണേ, ഞാൻ മണ്ണാണേ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഒരു താഴ്മയുണ്ട്. അതിന് കള്ളത്താഴ്മ എന്ന് പറയും, ഫോൾസ് ഹ്യൂമിലിറ്റി എന്ന് പറയും. എന്താ ശരിക്കുമുള്ള താഴ്മ? ഞാൻ പറയാം. ദൈവം എന്നെക്കുറിച്ച് തൻ്റെ പുത്രനിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് കേട്ട്
അതിന് യെസ് ലോഡ്, ഉവ്വ് കർത്താവേ, ആമേൻ എന്ന് പറഞ്ഞാൽ അതാണ് താഴ്മ, അത് അഹങ്കാരമല്ല. ദൈവം പറയുന്നു, നീ എൻ്റെ പുത്രനിൽ നീതിമാനാണ്, ഉവ്വ് കർത്താവേ, ആമേൻ എന്ന് പറഞ്ഞാൽ അതാണ് താഴ്മ. ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് മടങ്ങി മുറിയിൽ ചെല്ലുമ്പോൾ എൻ്റെ മകൻ അവിടെ ഇരിക്കുക, പുള്ളി വന്നില്ല. പുള്ളി പറയാണ്, പുള്ളി ആവശ്യമുണ്ട്. ഞാൻ അവിടെ ചെന്ന പുള്ളി എഴുന്നേറ്റ് വന്ന് എൻ്റെ മുമ്പാകെ മുട്ടുകുത്തി പറയാണ്, അല്ലയോ ചെറുക്കുമേൽ പരേതനായ ശ്രീമാൻ ഡേവിഡിൻ്റെ മകൻ ശ്രീ സന്തോഷ് ഡേവിഡെ, അങ്ങയുടെ പുഴുവും കൃമിയും പൊടിയും മണ്ണുമായ അടിയൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ കൈ നീർത്തോരണം അവൻ്റെ ചെവിക്കുറ്റിക്ക് കൊടുക്കും. ചെവിക്ക് പിടിക്കത്തില്ല, ഒരെണ്ണം കൊടുക്കും ഞാൻ. അവൻ എന്താ പറഞ്ഞത്? അവൻ പൊടിയും പുഴുവും കൃമിയുമാണെന്ന്. അപ്പം അവൻ പുഴുവും കൃമിയാണെങ്കിൽ ഞാൻ ആരാ? അപ്പൻ പുഴുവല്ലേ? അത്രത്തോളം അപമാനിക്കപ്പെടുവാൻ എനിക്ക് മനസ്സില്ല ബ്രദറെ. നല്ല ഒരെണ്ണം കൊടുക്കും. സ്വർഗത്തിൽ അപ്പനെ കളിയാക്കുന്ന പ്രാർത്ഥനകൾ നിർത്തണം. അത് മതത്തിൻ്റെ കള്ളപ്രാർത്ഥനയാണ്. ഞാൻ തമാശ പറഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞല്ലത്, ഗൗരവമുണ്ട്. സ്വർഗത്തിലെ പിതാവ് തൻ്റെ പുത്രൻ്റെ ജീവൻ കൊടുത്ത് നമ്മെ നീതീകരിച്ച് തൻ്റെ നീതി നൽകി നമ്മെ നീതിമാനാക്കിയിരിക്കുക. നമ്മുടെ പാപി എന്ന പേരിനെ അവനെന്ത് ചെയ്തു? മാറ്റിക്കഴിഞ്ഞിരിക്കുക. അവൻ നമ്മളെ തൻ്റെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുക. അത് ഏറ്റു പറഞ്ഞ് നാം ദൈവസന്നിധി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നടക്കുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മിലല്ല, പിന്നെ എവിടെയാണ്? ക്രിസ്തുവില. ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതാണ് നമ്മൾ. ഞാൻ ഇപ്പോഴും എൻ്റെ അകത്തേക്ക് നോക്കിയാൽ കുറ്റങ്ങളും കുറവുകളും മാത്രമുള്ള വ്യക്തിയാണ്. ആമേൻ. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ ആരാണ്? പരിപൂർണനാണ്. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? തികഞ്ഞവനാണ്. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? ദൈവത്തിൻ്റെ നീതിയാ. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? ദൈവത്തിൻ്റെ നീതിമാനാണ്. അതാണ് ഞാൻ. പിതാവാം ദൈവം എന്നെക്കുറിച്ച് ക്രിസ്തുവിൽ എന്തായി കാണുന്നുവോ അതാണ് ഞാൻ. അതാണ് എൻ്റെ ഐഡന്റിറ്റി, അതാണ് എൻ്റെ തിരിച്ചറിയൽ. ഈ വെളിപ്പാട് നിങ്ങൾക്കില്ലെങ്കിൽ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല. ഇത് ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പൊസിഷനാണ്, സ്ഥാനമാണ്. ആമേൻ. നിങ്ങളങ്ങ് നീതിമാനെന്നും ആയതുകൊണ്ടല്ല. ഇപ്പോഴും നിറച്ചു എന്ത് മാത്രമേ ഉള്ളൂ? കുറവുകളും പാപങ്ങളും മാത്രമേ നമ്മിലുള്ളൂ. എന്നാൽ ദൈവം നമ്മെ ക്രിസ്തുവിൽ ആരാക്കി തീർത്തു? നീതിമാനാക്കി തീർത്തു. നമ്മുടെ പൊസിഷന് മാറ്റം വരുത്തി, നമ്മുടെ സ്ഥാനത്തിന് എന്ത് ചെയ്തു? മാറ്റം വരുത്തി. നേരത്തെ എന്തുവായിരുന്നു? പാപിയായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ നീതി നൽകിയതോടുകൂടി നമ്മെ ദൈവം നീതീകരിച്ച് നീതിമാനാക്കി താനുമായുള്ള ബന്ധത്തിൽ കൊണ്ടു നിർത്തിയിരിക്കുക. ഈ വെളിപ്പാട് വന്നെങ്കിൽ മാത്രമേ നിങ്ങളിൽ ശരിയായ രീതിയിൽ വിശുദ്ധീകരണം നടക്കത്തുള്ളൂ. ആമേൻ. ഈ നീതിയുടെ ബോധം വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജീവനിൽ വാഴ്ച നടത്താൻ പറ്റുകയുള്ളൂ. ഞാൻ പാപിയാണ് 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 എന്ന കുറ്റബോധവും പേറി നടക്കുന്നവന് ഈ ഭൂമിയിൽ ഈ ജീവനിൽ വാഴ്ച നടത്താൻ പറ്റത്തില്ല. അവന് പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല, പിശാചിനെ ഒട്ടും ജയിക്കാൻ പറ്റത്തില്ല. അകത്ത് കുറ്റബോധവും പാപബോധവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് സാത്താന് ജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ദൈവത്തിന്റെ കാര്യപരിപാടി നമ്മുടെ അകത്ത് ആദ്യം നീതിബോധം നൽകുക എന്നുള്ളതാണ്. ഈ നീതിബോധമാണ് ക്രമേണ
നീതിയുടെ കവചമായി മാറുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ സർവായുധ വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് സർവായുധ വർഗത്തിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരായുധമാണ് നീതിയുടെ കവചം, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈറ്റ്യസ്നെസ്. കണ്ടോ നിങ്ങൾ? നാം പ്രാപിച്ച ദൈവത്തിന്റെ നീതി നമ്മുടെ അകത്തിപ്പോൾ എന്തായി തീർന്നു? നീതിയുടെ കവചമായി. എന്താ അർത്ഥം? നീതി വർദ്ധിച്ച് വളർന്ന് നമ്മുടെ അകത്തിപ്പോൾ എന്തായി തീർന്നു? നീതിയുടെ കവചം. ഈ നീതിയുടെ കവചമാണ് നമ്മുടെ മനസ്സാക്ഷിയെയും ഹൃദയത്തെയും പാപത്തിൽ നിന്നും സംരക്ഷിക്കുന്നത്. മനസ്സിലാകുമോ? ഞാൻ പിന്നീട് ഇത് പഠിപ്പിക്കുന്നതായിരിക്കും. നാം രക്ഷിക്കപ്പെട്ടെങ്കിലും പാപം മോചിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും എവിടെ ജീവിക്കുക? പാപം നിറഞ്ഞ ലോകത്തിലും പാപത്തിന്റെ മൂലകങ്ങളുള്ള ബോഡിയിലും ജീവിക്കുക. അതുകൊണ്ട് പാപത്തിൽ നിരന്തരം വീഴുവാൻ സാധ്യതയുണ്ട്. യെസ്, അങ്ങനെ പാപത്തിൽ നിരന്തരം വീഴുവാൻ സാധ്യതയുള്ളപ്പോൾ ഒരു പാപം വന്നാൽ നമ്മുടെ മനസാക്ഷി വേഗം മലിനമാകും. കാര്യം എന്താ? യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് തെളിച്ചം കൂടി. ഇനി ചിന്തയിൽ വരുന്ന ഒരു പാപം പോലും എന്ത് ചെയ്യും? നമ്മുടെ മനസാക്ഷിയെ ബാധിച്ച് നമ്മെ കുറ്റബോധത്തിൽ അകപ്പെടുത്തും. അവിടെ ഈ പാപം നമ്മുടെ ചിന്തയിലോ കയ്യിലോ കരത്തിലോ കണ്ണിലോ ഒക്കെ വന്ന പാപം നമ്മുടെ മനസാക്ഷിയെ ബാധിച്ച് കുറ്റബോധത്തിൽ അടിമപ്പെടുത്താതിരിക്കണമെങ്കിൽ മനസാക്ഷിയെയും ഹൃദയത്തെയും സംരക്ഷിക്കുവാൻ നീതിയുടെ ഒരു കവചം തന്നെ വേണം. നീതി പ്രാപിച്ചു, ആ നീതിയുടെ ബോധമുണ്ടായി, ആ നീതിയുടെ ബോധം വർദ്ധിച്ചു വർദ്ധിച്ച് ക്രമേണ നമ്മുടെ മനസ്സാക്ഷിയിൽ ഹൃദയത്തിൽ എന്താ തീരും? നീതിയുടെ കവചമായി മാറ്റപ്പെടും. ആ നീതിയുടെ കവചമില്ലെങ്കിൽ ഇനി പാപം വന്നാൽ പാപത്തെ കൈകാര്യം ചെയ്യുവാൻ കഴിയത്തില്ല. വീണ്ടും നിങ്ങൾ സാത്താന്റെ അടിമയായി തീരും. ഞാൻ നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങളങ്ങ് നീതിമാനായി തീർന്നതുകൊണ്ട് ഇനി എങ്ങനെ ജീവിക്കാൻ വേണ്ടിയല്ല, പാപം ചെയ്യാൻ വേണ്ടിയല്ല, എങ്ങനെ പാപം ചെയ്യാതിരിക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. ഇനി പാപം വന്നുപോയാൽ സാത്താന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങളെ തകർത്തു കളയാതെ നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൃപയിൽ വളരാം, വിശുദ്ധിയിൽ വളരാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. ആ നീതിയുടെ കവചം അഥവാ നീതിയുടെ സമൃദ്ധി, മറ്റൊരു പദം നീതിയുടെ സമൃദ്ധി, ഇവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിതത്തിൽ വാഴ്ച നടത്താൻ പറ്റുകയുള്ളൂ. പിശാചിനെതിരെയും പാപത്തിനെതിരെയും ലോകത്തിനെതിരെയും ജഡത്തിന്റെ സകല പ്രവൃത്തിക്കുമെതിരെയും വാഴ്ച നടത്തണമെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തു വേണം? നീതിയുടെ, ദൈവനീതിയുടെ ഉറപ്പ് വേണം. ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആടി ഉലഞ്ഞങ്ങ് പോവും, നിൽക്കാൻ പറ്റത്തില്ല. ദൈവനീതിയുടെ ബോധ്യമുള്ളവന് മാത്രമേ അടുത്ത ഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ നീതീകരിച്ചു, നമ്മെ നീതിമാനാക്കി തീർത്തിരിക്കുക. നാം ഇനി ആരല്ല? പാപികളല്ല, പുഴുവും കൃമിയുമല്ല. ഈ ശരിയായിരിക്കുന്ന ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഇനി വളരത്തുള്ളൂ. അല്ലെങ്കിൽ പാപത്തെ എതിർക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകത്തില്ല. ചെറിയൊരു പാപം പോലും എന്ത് ചെയ്യും? നിങ്ങളുടെ മനസാക്ഷിയെ മലിനപ്പെടുത്തി നിങ്ങളെ ഞെരുക്കിക്കളയും. നിങ്ങളെന്നും കുറ്റബോധത്തിലായിരിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, നാം നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നീതിമാനായി തീർന്നു. ഈ നീതിമാന്റെ ജീവിതത്തിൽ പാപം വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നിൻ്റെ വിലപ്പെട്ട വെളിപ്പാടുകൾക്കായി, വചനദൂതുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ നീതിയുടെ വെളിപ്പാട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്
അങ്ങ് പകരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, നിൻ്റെ പുത്രനിലൂടെ നീ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് അങ്ങ് സംസാരിച്ചല്ലോ. നന്ദി കർത്താവെ. ആ ദൈവനീതിയുടെ ആഴമേറിയ ബോധ്യത്തെ ഞങ്ങളുടെ അകത്ത് അങ്ങ് പകർന്നിരിക്കിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ യേശു കർത്താവിനെ സ്വീകരിച്ചത്, അവനെ ഞങ്ങളുടെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞത്, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ വിശ്വസിച്ചത് നിന്റെ നീതി പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവെ. അങ്ങനെ നിന്റെ നീതി ഞങ്ങൾക്ക് ദാനമായി തന്ന് ഞങ്ങളെ നീതീകരിച്ച് ഞങ്ങളുടെ പാപി എന്ന പേരിനെ മാറ്റി കർത്താവെ, നീ ഞങ്ങളെ നിന്റെ നീതിമാന്മാരാക്കിയതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. ആ ആഴമേറിയ ബോധ്യം നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇനി പാപികളല്ലല്ലോ, ഞങ്ങൾ ഇനി ദോഷികളല്ലല്ലോ, ഞങ്ങൾ ഇനി പുഴുവും കൃമിയുമല്ലല്ലോ കർത്താവെ. ഞങ്ങൾ നിന്റെ മക്കളും നിന്റെ പുത്രനിൽ നീതി പ്രാപിക്കപ്പെട്ട നീതിമാന്മാരുമായിരിക്കുക. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവെ. ഈ ആഴമേറിയ വെളിപ്പാടുകളെ സ്വീകരിച്ച് ആ കൃപയിൽ തുടരുവാൻ ഞങ്ങളെ ഇന്ന് രാത്രിയിൽ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ വചന വെളിപ്പാടിൽ മുന്നോട്ട് പോകുവാൻ നിന്റെ മക്കളെ സഹായിക്കണം. മഹത്വം പിതാവിന് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.